ഡിജൂസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കക്ക ഫ്രൈ ആണ്. ഇതിനാവശ്യമായിട്ടുള്ള കക്ക എടുത്ത് നന്നായിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യുക. ഇതിലെ മട്ടെല്ലാം കളഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്ത് മാറ്റി വെക്കുക. കക്ക വേവിക്കാനായിട്ട് ആവശ്യമായിട്ട് 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇവയെല്ലാം മാറ്റി വെക്കുക. എന്നിട്ട് മൺചട്ടി ഉപയോഗിച്ചാണ് ഞാനിത് പാകം ചെയ്യുന്നത്. മൺചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കഴുകി മാറ്റി വെച്ചിരുന്ന കക്ക ആഡ് ചെയ്യുക. ഈ കക്ക വേവിക്കുന്നതിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവയെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇത് വേവാനായിട്ട് മാറ്റി വെക്കാം. മലയാളികളുടെ പ്രിയ ഭക്ഷണമായ നാടൻ കക്ക ഫ്രൈ ആർക്കാ ഇഷ്ടമല്ലാത്തത്? അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾക്കൂടെ ഇത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതെൻ്റെ ഒരു ചെറിയ റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും തുടക്കക്കാർക്ക് ഇത് നല്ലൊരു തുടക്കമായിരിക്കും. ബിഗിനേഴ്സിന് എന്തായാലും നന്നായിട്ട് തയ്യാറാക്കി സക്സസ് ആവാൻ പറ്റിയൊരു റെസിപ്പിയാണ് നല്ല നാടൻ കക്ക ഫ്രൈ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇത് വേവാനായിട്ട് മാറ്റി വെക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ട് വേവാൻ വേണ്ടി അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വെള്ളം കണ്ടോ, സെൻറ്ററിലായിട്ട് കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. ഇതുകൂടെ വറ്റിക്കഴിയുമ്പോൾ നമ്മുടെ കക്ക നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകമാവും. ഇതിലുള്ള വെള്ളം ഇതിൽ തന്നെ ഊർന്നിറങ്ങിയാണ് കക്ക വേകുന്നത്, എല്ലാവർക്കും അറിയാലോ. ഏകദേശം എക്സ്ട്രാ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 20 മിനിറ്റ്സ് ആയി. കക്ക കറക്റ്റായിട്ട് വെന്ത് നല്ല കറക്റ്റ് പാകമായി. ഇനി ഇത് വറുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇത് വറുക്കാനായിട്ട് ഉപയോഗിക്കാം. സവാള കൂടുതൽ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. കാരണം കുറച്ച് ഫ്രൈ ആയിട്ട് കഴിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അല്ലേ. അപ്പോൾ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തു. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കാം. എൻ്റെ വീട്ടിൽ കുട്ടികളുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ചുകൂടി ആഡ് ചെയ്താൽ നന്നായിരിക്കും. ഈ ചേരുവകളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു പച്ചക്കുത്തൽ മാറുന്ന മണം മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് സവാള ഫ്രൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ കക്ക ഈ സവാളയുടെ ഒപ്പം കിടന്ന് ഫ്രൈ ആയി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് സവാളയും കക്കയും ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ നമുക്കൊരു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കക്ക ഈ ഫ്രൈ ആവാൻ വെക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നന്നായി മൊരിഞ്ഞ പരുവത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ കുറച്ച് കക്കകളെല്ലാം മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് മാറ്റി വെക്കാം. കക്ക ഇങ്ങനെ ഫ്രൈ ആകുമ്പോൾ ഒരു 5 സെക്കൻഡ് ഇടവിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കക്ക നന്നായിട്ട് ഫ്രൈ ആയി വരും കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വന്ന് നല്ല സെറ്റപ്പായിട്ടിരിക്കും. ചിലവർക്ക് നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല, ചിലവർക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യാനുസരണം നമ്മൾ അതനുസരിച്ച് കുക്ക് ചെയ്യുക. എനിക്ക് ഏകദേശം ഒന്ന് മൊരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. ഇത് കണ്ടോ, ഇപ്പോൾ ഏകദേശം മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സൂപ്പർ കക്ക ഫ്രൈ കിട്ടും നമുക്ക്. കണ്ടോ, ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം ഞാൻ ഒരു 5-6 തവണ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രൈ അധികം ഡീപ്പ് ഫ്രൈ ആവുന്നത് കക്കയുടെ ടേസ്റ്റ് പോകും. ഏകദേശം ഈ ഒരു പരിവമാണ് ഭംഗി.
അപ്പോൾ ദേ കണ്ടോ, എൻ്റെ നാടൻ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു.